നമസ്കാരം, ഭവാനി കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എൻ്റെ റെസിപ്പി മുട്ടപ്പുട്ടാണ്. നമ്മൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് തയ്യാറാക്കുന്ന പുട്ട് ബാക്കി വന്നു കഴിഞ്ഞാൽ വൈകിട്ട് കഴിക്കാൻ എല്ലാവർക്കും വളരെ മടിയായിരിക്കും. അപ്പോൾ ഒരു പുതിയ രീതിയിലൊന്ന് തയ്യാറാക്കി കൊടുത്തു നോക്കുക. ഈ രീതിയിലൊന്ന് തയ്യാറാക്കിയാൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി അത് കഴിക്കും. മുട്ടയും മസാലയൊക്കെ ചേർത്ത് പുതിയ രീതിയിൽ തയ്യാറാക്കുന്ന മുട്ടപ്പുട്ട്. ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിലേക്ക് ഞാൻ രാവിലെ തയ്യാറാക്കി എടുത്ത് വെച്ചിരുന്ന പുട്ടിൻ്റെ ബാക്കി വന്നതാണ്. 2 കഷ്ണം പുട്ട് എടുത്തിട്ടുണ്ട്. 2 കഷ്ണം പുട്ടിന് ഞാൻ 2 മുട്ടയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് 2 ടൊമാറ്റോ, നല്ല പഴുത്ത ടൊമാറ്റോ ചെറിയ കഷ്ണങ്ങളായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു വലിപ്പത്തിലുള്ള ഒരു സവാള ചെറുതായി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, കറിവേപ്പില, 2 പച്ചമുളക് ചെറുതായി അരിഞ്ഞത്. ഇത്രയുമാണ് നമുക്കിതിലേക്ക് വേണ്ടത്. പുട്ട് ഞാൻ പറഞ്ഞല്ലോ, രാവിലെ തയ്യാറാക്കുന്ന പുട്ടാകുമ്പോൾ വൈകിട്ടാകുമ്പോൾ അല്പം ഹാർഡായിട്ടിരിക്കും. അപ്പോൾ ഞാനിതൊന്ന് സോഫ്റ്റ് ആക്കാൻ വേണ്ടിയിട്ട് ചെറിയ ചൂടുവെള്ളം കുറച്ചൊന്ന് ഒഴിച്ചു വയ്ക്കുന്നുണ്ട്. അപ്പോൾ അത് നല്ലവണ്ണം ഒന്ന് കുതിർന്ന് കിട്ടും. നമ്മൾ ബാക്കി വഴറ്റിയൊക്കെ വരുമ്പോഴത്തേക്കും ഇത് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ട് കിട്ടും. അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്റ്റീമറിൽ വെച്ചൊന്ന് ആവി കയറ്റി എടുത്താലും മതിയാവും. ഞാൻ പക്ഷേ ചെറിയ ചൂടുവെള്ളം ഒഴിച്ചൊന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ട 2 മുട്ടയും ഒന്ന് പൊട്ടിച്ച് വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് തയ്യാറാക്കാൻ നേരം അല്പം കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കലക്കിയിട്ട് വേണം അതെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊന്ന് തയ്യാറാക്കി തുടങ്ങാം. ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ട് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണയിൽ തന്നെ തയ്യാറാക്കുക. അതല്ലെങ്കിൽ അല്പം നെയ്യ് കൂടെ ചേർക്കാമെങ്കിൽ കുറച്ചുകൂടെ ടേസ്റ്റ് ആയിരിക്കും. കടുക്, വറ്റൽമുളക്, കറിവേപ്പില ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. കടുകൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴേക്കും നമുക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാള ചേർത്ത് ഒന്ന് വഴറ്റാം. ഒരു 2-3 മിനിറ്റ് ഒന്ന് വഴറ്റേണ്ടി വരും. ചുമക്കയൊന്നും വഴറ്റേണ്ട ആവശ്യമില്ല. പക്ഷെ സവാള നല്ലവണ്ണം വെന്ത് കിട്ടണം. ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. ഇപ്പോൾ സവാള ഏകദേശം ഒന്ന് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ആയി കിട്ടിയാൽ മതിയാവും. ഇനി നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ച് ചേർത്ത് കൊടുക്കാം. പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് ചേർത്തുകൊള്ളുക. ഞാനിപ്പോൾ ചതച്ചാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിലേക്ക് പച്ചമുളക്, അരിഞ്ഞു വെച്ചിരുന്ന ടൊമാറ്റോ ഇതെല്ലാം ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് ഒരു 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റേണ്ടി വരും. ടൊമാറ്റോ ഒന്ന് വെന്തുടയണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഇപ്പോൾ ഏകദേശം ഒന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ ഞാൻ നല്ലവണ്ണം ഒന്ന് കുറച്ച് വെച്ചതിന് ശേഷം നമുക്കിതിലേക്കുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല. ഇത്രയുമേ ചേർക്കുന്നുള്ളൂ മസാലകളായിട്ട്. എന്നിട്ട് നല്ലവണ്ണം ആ പച്ചമണം മാറുന്നവരെ നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. തീ ഒന്ന് മീഡിയം ഫ്ലെയിം തന്നെ വെച്ചുകൊള്ളുക. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായ ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയ്ക്കും സവാളയ്ക്കും ആവശ്യമായ ഉപ്പാണ് ഞാനിപ്പോൾ ഇവിടെ ചേർത്തിട്ടുള്ളത്. പുട്ടിന് ഉപ്പുണ്ട്. നമ്മൾ നേരത്തെ തയ്യാറാക്കി വയ്ക്കുന്ന പുട്ടല്ലേ, അതിലേക്ക് ഉപ്പുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ നോക്കി വേണം ഇട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്കിതിൻ്റെ ആ മസാല നല്ലവണ്ണം ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാനൊരു 1-2 ടേബിൾ സ്പൂണോളം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെള്ളം ഒഴിച്ച് നമുക്കൊന്ന് അടച്ച് വെച്ച് ഒരു 1 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് വേവിക്കാം. അപ്പോൾ ആ മസാലയുടെ പച്ചമണം എല്ലാം മാറി നല്ല പാകത്തിന് വെന്ത് കിട്ടും. ഈ സമയം നമുക്ക് ആ മുട്ടയൊന്ന് നല്ലപോലെ ഒന്ന് അടിച്ചെടുക്കാം. അല്പം കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കാം. ഞാൻ ഉപ്പും കുരുമുളകും കൂടെ ചേർത്ത് പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് നല്ലവണ്ണം ഒന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പം നമ്മുടെ ടൊമാറ്റോ നല്ല പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. വെള്ളമെല്ലാം വറ്റി പാകത്തിന് വഴന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ ഈ മസാല ഒരു സൈഡിലേക്ക് ഒന്ന് മാറ്റി വെച്ചതിന് ശേഷം ഇതേ പാനിൽ തന്നെയാണ് ആ മുട്ടയൊന്ന് ചിക്കി പൊരിച്ചെടുക്കുന്നത്. നിങ്ങൾക്ക് വേറെ പാത്രത്തിൽ എടുക്കാമെങ്കിൽ വേറെ തയ്യാറാക്കി എടുക്കാമെങ്കിൽ അങ്ങനെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അതെല്ലാം എന്നുണ്ടെങ്കിൽ മസാലയുടെ കൂട്ടത്തിൽ തന്നെ ഒഴിച്ചെടുത്ത് അങ്ങനെ നമുക്ക് ഒന്ന് വഴറ്റിയെടുക്കാവുന്നതാണ്. പക്ഷേ അങ്ങനെ എനിക്ക് അത്ര താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ പ്രത്യേകമായിട്ട് തന്നെ ഒന്ന് ചിക്കി പൊരിച്ചെടുക്കുകയാണ്. എന്നിട്ട് പിന്നെ നമുക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ. മുട്ട നല്ലതുപോലെ ഒന്ന് വെന്ത് കിട്ടണം. ഇപ്പോൾ പാകത്തിന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് മസാലയായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി മസാല നല്ലപോലെ ആ മുട്ടയിലൊന്ന് പിടിച്ച് കിട്ടുന്ന രീതിക്ക് 2-3 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം.
വലിയ വലിയ കഷ്ണങ്ങളുണ്ടെങ്കിൽ നമുക്ക് ആ തവി കൊണ്ടൊന്ന് ചെറുതാക്കി എടുക്കാം. ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാവും. ഇപ്പോൾ നമ്മുടെ മുട്ടയും മസാലയൊക്കെ നല്ലവണ്ണം ചേർന്ന് കഴിഞ്ഞു. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ലവണ്ണം മിക്സ് ആയിട്ടുണ്ട്. എനിക്ക് 3-4 മിനിറ്റോളം ഞാനൊന്ന് വഴറ്റിയായിരുന്നു. അപ്പോൾ ഉപ്പുമൊക്കെ ഞാൻ നോക്കി, പാകത്തിന് ഉപ്പൊക്കെ ഉണ്ട്. ഇനി നമുക്ക് ആ പൊടിച്ച് വെച്ചിരുന്നു, ഞാൻ ആ പുട്ടൊന്ന് നല്ലവണ്ണം പൊടിച്ചെടുത്തായിരുന്നു. ആ വെള്ളം ഒന്ന് ഒഴിച്ചൊന്ന് കുതിർത്ത് വെച്ചിരുന്നതുകൊണ്ട് പെട്ടെന്ന് തന്നെ നല്ലപോലെ ഒന്ന് പൊടിഞ്ഞ് കിട്ടിയായിരുന്നു. ഇനി അത് ഇതിലേക്ക് ചേർത്ത് നമുക്കൊരു 4-5 മിനിറ്റോളം ഒന്ന് വഴറ്റി കൊടുക്കണം. നമുക്ക് ആ പുട്ടിലേക്ക് മുട്ടയുടെയും മസാലയുടെയൊക്കെ രുചിയും മണവും ഒക്കെ ഒന്ന് പിടിച്ച് കിട്ടണം. അതുകൊണ്ടൊരു 3-4 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. ഈ സമയം വേണമെങ്കിൽ നമുക്ക് ഒന്നുകൂടെ ഉപ്പ് ചെക്ക് ചെയ്യാവുന്നതാണ്. പോരാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുത്തുകൊള്ളുക. വളരെ രുചികരമായ നമ്മുടെ മുട്ടപ്പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ശരിക്കും നല്ലൊരു മണമാണ്. അവസാനമായിട്ട് നമുക്കിതിലേക്ക് അല്പം മല്ലിയില ചേർത്ത് കൊടുക്കാം. ഇഷ്ടമില്ലാത്തവർ ചേർക്കണമെന്നില്ല. ഞാനൊരല്പം ചേർത്ത് കൊടുക്കുന്നുണ്ട്. മല്ലിയില ചേർത്ത് 1-2 മിനിറ്റ് കൂടെ ഒന്ന് വഴറ്റി ചേർക്കുക. സ്വാദിഷ്ടമായ നമ്മുടെ മുട്ടപ്പുട്ട് ഇവിടെ റെഡിയായിട്ടുണ്ട്. ഇത് നമുക്ക് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിനോ അല്ലെങ്കിൽ രാത്രിത്തെ ഭക്ഷണത്തിനോ ഒക്കെ ആക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾക്ക് ലഞ്ച് ബോക്സിലും തയ്യാറാക്കി കൊടുത്തയക്കാൻ പറ്റിയ ഒരു നല്ലൊരു റെസിപ്പിയാണിത്. ഞാൻ പറഞ്ഞല്ലോ, പുട്ട് നമുക്ക് രാവിലെ ഉള്ളത് വൈകുന്നേരം ആകുമ്പോൾ എല്ലാവർക്കും കഴിക്കാൻ മടിയായിരിക്കും. ഇതുപോലും തയ്യാറാക്കി കൊടുത്താൽ എല്ലാവരും വളരെ ഇഷ്ടത്തോടു കൂടി കഴിച്ചോളും. വളരെ ടേസ്റ്റിയായ ഈ മുട്ടപ്പുട്ട് നിങ്ങളും ഇതേ രീതിയിലൊന്ന് തയ്യാറാക്കി നോക്കുക. ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒന്ന് ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ കമൻസും എന്നെ ഒന്ന് അറിയിക്കുക. പിന്നെ ഞാൻ എപ്പോഴും പറയുന്നത് പോലെ എൻ്റെ വീഡിയോസ് ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാതിരിക്കുക. വീണ്ടും നമുക്കിതുപോലുള്ള ഈസി ആൻഡ് ടേസ്റ്റിയായ റെസിപ്പികളുമായി ഉടനെ തന്നെ കാണാം.